ഹായ്, എൻ്റെ പേര് ലിയാന. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതായത് ഏത് വീഡിയോസ് കാണണം എക്സസൈസ് ചെയ്യാൻ, ഡെലിവറി നോർമലാവാൻ വേണ്ടി ഏതൊക്കെ എക്സസൈസ് ചെയ്താലാണ് അത് നോർമലാവുക എന്നുള്ളതും അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിന്ന സമയത്താണ് ഇൻസ്റ്റഗ്രാമിൽ സിവോട്ടിൻ്റെ ഒരു ഫ്രീ വെബിനാർ കണ്ടത്. അപ്പം രജിസ്റ്റർ ചെയ്തു. അതായത് വൈ ഡു പ്രഗ്നൻസി എക്സസൈസസ് എന്നുള്ളൊരു ടോപ്പിക്കിനെ ബേസ്ഡ് ആയിട്ടുള്ളൊരു ആഞ്ചല മാമിൻ്റെ ക്ലാസ് ആയിരുന്നു അത്. അപ്പോൾ തന്നെ ഏകദേശം സിക്സ് മന്തൊക്കെ കിടന്നിരുന്നു. എന്നിട്ട് വെബിനാറിൽ രജിസ്റ്റർ ചെയ്തു. ഒക്ടോബർ 18 ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ല, ഇതിൽ ജോയിൻ ചെയ്ത് നോക്കാം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിന് അറ്റൻഡ് ചെയ്ത പിറ്റേ ദിവസം സിവോട്ടിൽ നിന്ന് കോള് വരുന്നത്. പ്രഗ്നൻസി എക്സസൈസിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാനും ഹസ്ബൻഡിനോട് ചോദിച്ച് ഓക്കെ കരുതി. എനിവേ ഒരു മന്ത് ട്രൈ ചെയ്ത് നോക്കാം, അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളത് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം ജോയിൻ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് മന്തൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സസൈസസാണ് മാം പഠിപ്പിച്ചത്. പക്ഷെ അതുതന്നെ ചെയ്തു വന്നപ്പോൾ തന്നെ ബോഡിയിൽ കുറേ മാറ്റങ്ങൾ വന്നു. അതായത് കുറേ മൈൻഡ് റിലാക്സ്ഡ് ആക്കി. പിന്നെ മോർ ദാൻ ദാറ്റ് മാമിനോട് സംസാരിച്ചിരിക്കുന്ന സമയം അത് കൂടുതൽ മൈൻഡിനും ബോഡിക്കൊക്കെ ഒരു ഫീലിംഗ് ഓഫ് റിലാക്സേഷൻ കിട്ടി. അപ്പം എനിക്ക് തോന്നി ഇത് ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് കാണുന്ന എല്ലാവരും ചോദിക്കും ഡെലിവറി നോർമലോ ആണോ, സി സെക്ഷൻ ചെയ്യുമോ എന്നുള്ളത്. എങ്ങനെയായാലും നോർമൽ തന്നെ ആവണം. പിന്നൊരു വാശിയായി എല്ലാവരോടും. എന്താ പറയുക, എല്ലാവരും പറയുമ്പോൾ അപ്പോൾ അതിന് ഒരു എങ്ങനെയെങ്കിലും അത് നോർമൽ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു വാശിയായി. ഇൻഷാ അല്ലാഹ് പഠിച്ചാൽ അത് നോർമലാക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോയി. കൂടുതൽ എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്തു. പിന്നെ ഡെലിവറിക്ക് ശേഷം അങ്ങനെ ഫൈനലി നോർമൽ ഡെലിവറി ആയി. സിവോട്ടിൻ്റെ പ്രഗ്നൻസി എക്സസൈസും ക്ലാസ്സസും ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം, അതായത് ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി ഫേസ് ചെയ്യുമ്പം കുറേയൊക്കെ എന്താ പറയുക, വിൽ പവർ ഉണ്ടായിരുന്നു മൈൻഡിന്. അതായത് ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു, അതായത് അതിന് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറക്കാനുള്ള വേസൊക്കെ മാം പറഞ്ഞു തന്നിരുന്നു. അപ്പം അതും എല്ലാം കൂടി ആവുമ്പം ആ സമയത്തുള്ള ടെൻഷനെല്ലാം കുറഞ്ഞു കിട്ടിയിരുന്നു. പിന്നെ പെയിനൊക്കെ അത്രയും നല്ല സ്ട്രോങ് ആയിട്ട് വരുമ്പോഴും അപ്പോൾ അത് നമ്മൾ ബോഡി മൈൻഡ് കാമാക്കി വെക്കാനുള്ള എക്സസൈസസ് വരെ ഞാൻ പഠിപ്പിച്ചു തന്നു. അതെല്ലാം ഭയങ്കര ആ സമയത്താണ് ചെയ്തത് എന്തിനായിരുന്നു എന്നും എക്സസൈസസ് എല്ലാം ചെയ്തത് എന്തിനായിരുന്നു, അതെങ്ങനെയെല്ലാം യൂസ്ഫുള്ളായിരുന്നു എന്നും എനിക്കപ്പോൾ മനസ്സിലാവുന്നത്. അതായത് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെലിവറിക്ക് ശേഷം ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. അതായത് വോട്ടിൻ്റെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ക്ലാസ്സസിന് ജോയിൻ ചെയ്തു. ഒരുപാട് കൺഫ്യൂസ്ഡായി നിന്ന പല കാര്യങ്ങളിലും ഒരു സൊല്യൂഷന് ആ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടി. പിന്നീട് ഞാൻ സിവോട്ടിൻ്റെ പോസ്റ്റ് പാർട്ടം റീഹാബിൻ്റെ ക്ലാസ്സസിനും ജോയിൻ ചെയ്തു. ഇപ്പം ഏകദേശം 1 മന്ത് ചെയ്തു. അത്യാവശ്യം നല്ല ക്ലാസ്സസാണ്. ഏറ്റവും സിമ്പിളായിട്ടാണെങ്കിലും നമ്മൾ സ്റ്റിച്ചസ് കൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിനൊക്കെ ഒരു സൊല്യൂഷനായി ആയിട്ടുണ്ട്. എനിവേ, താങ്ക് യു സിവോട്ട് and Dr. Angela ma'am
for this complete support in last few months of my pregnancy and postpartum.